ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 17 അപ്പോൾ പ്ലസ് വൺകാരുടെ അപ്പോൾ നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ഇന്നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാനിപ്പോൾ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഇവിടെ പള്ളിക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വീട്ടിൽ നിന്നാണെങ്കിൽ റിസൾട്ട് നമ്മൾ സൈറ്റൊക്കെ എടുത്ത് നോക്കേണ്ടി വന്നേനെ. ഇവിടെ സ്കൂളുകാർ തന്നെ അറിയിക്കുന്നു തോന്നുന്നു. എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് ഇപ്പം എനിക്കറിയില്ല. നമുക്ക് അപ്പോൾ എന്തായാലും റിസൾട്ട് വന്നിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സജാദ്, എന്താണ് റിസൾട്ടിനെ പറ്റി പറയാനുള്ളത്? ശുഭപ്രതീക്ഷ. അപ്പോൾ നമ്മൾ എന്തായാലും റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം. നമ്മൾ ചിലപ്പോൾ വീട്ടിലെത്തിയിട്ടായിരിക്കും ഇത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് റിസൾട്ട് ചെറുതായിട്ട് അറിഞ്ഞു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റിസൾട്ടിൻ്റെ HSC പോർട്ടലൊക്കെ എടുത്തിട്ടുണ്ട്. രജിസ്റ്റർ നമ്പർ ഇപ്പോൾ നോക്കിയിട്ട് വന്നു. 200. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്യാപ്ച അടിച്ചു കൊടുക്കണം. ഓക്കെ, നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ചെക്ക് റിസൾട്ട് അടിക്കാൻ പോവാണ്. ഒന്നും കൂടി ഒരു എറർ വന്നിട്ട് നമുക്ക് ഒന്നും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒന്നും കൂടി ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ചെക്ക് റിസൾട്ട് അടിച്ചു നോക്കാം. ഓക്കെ, നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷിൽ ഫുള്ളാണ്. ഇംഗ്ലീഷ് ഫുള്ള് 100 എന്നാണ് കാണിക്കുന്നത്. മലയാളം ഫുള്ള്, ഫിസിക്സ് 79, കെമിസ്ട്രി 80 ഫുള്ള്, ബയോളജി 80 ഫുള്ള്, മാത്സ് 76. ഓക്കെ, അപ്പോൾ ഫിസിക്സിൽ 1 മാർക്ക് പോയി. അതേപോലെ മാത്സിൽ 4 മാർക്ക് പോയി. ടോട്ടൽ 5 മാർക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ 520 അപ്പോൾ 515 ഔട്ട് ഓഫ് 520 ആണ് എൻ്റെ +1. അങ്ങനെ +1 മാർക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം പ്രതീക്ഷിച്ച സ്കോർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. മാത്സിൽ 4 മാർക്ക് ഞാൻ ഒരു 3, 4 ആ ഒരു റേഞ്ചിലാണ് പോകുമെന്ന് പ്രതീക്ഷിച്ചത്. അത്ര തന്നെയാണ് പോയിരിക്കുന്നത്. പിന്നെ ഫിസിക്സ് ഞാൻ അന്ന് ആ ഒരു എക്സാം റിവ്യൂ കണ്ടവർക്കറിയാം. ആ ഒരു ഇതിൽ പറഞ്ഞ ആ ഒരു കെയർലെസ് മിസ്റ്റേക്കിന് തന്നെ എനിക്ക് മാർക്ക് പോയിട്ടുണ്ടാവും. പിന്നെ പ്രതീക്ഷിക്കാണ്ട് ഇപ്പോൾ ത്രില്ലായത് ഇംഗ്ലീഷാണ്. ഫുള്ളായിട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അത് സന്തോഷമായി. പിന്നെ അപ്പോൾ ഈ ഒരു എല്ലാവർക്കും താങ്ക് യു പറയാണ്. പിന്നെ പാരൻസ്, ടീച്ചേഴ്സ്, സ്കൂള്, അതേപോലെ എല്ലാവർക്കും താങ്ക് യു. പിന്നെന്താ, ഇനിയിപ്പോൾ ഇത് ഇമ്പ്രൂവ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഇൻഫർമേഷൻ വരുമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പിന്നെ അസംതൃപ്തമാണെങ്കിൽ നമുക്ക് റിവാലുവേഷൻ, അതേപോലെ ഇപ്പോൾ ഇപ്രാവശ്യം മെയിൻ്റെ കൂടെയല്ല ഇമ്പ്രൂവ്മെൻറ്റ്, ഒക്ടോബറിലാണ് വരുന്നത്. ഒക്ടോബർ ആ ഒരു ടൈമിലാണ് തോന്നുന്നു. എന്തായാലും പിന്നെ മറ്റേ എക്സാമിൻ്റെ കൂടെയല്ല. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ അങ്ങനെ മാർക്ക് കുറഞ്ഞവർക്കൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിനെ പറ്റി പിന്നെ വരും വീഡിയോസിൽ പറയാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നല്ല ഹാപ്പിയാണ് കിട്ടിയ മാർക്കിൽ. അപ്പോൾ ഇതിൻ്റെ പേഴ്സൻറ്റേജും കൂടി നമുക്കൊന്ന് കണക്കാക്കാം. കാൽക്കുലേറ്റർ ഓക്കെ, 515 ഡിവൈഡഡ് ബൈ 520 ഇൻറ്റു 99.03% ആണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല ഹാപ്പിയാണ്.
ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.